അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ സ്നേഹാദരരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നവാഖിദുൽ ഇസ്ലാമിൻ്റെ വിശദീകരണം നമ്മൾ പഠിച്ചു വരികയാണ്. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ ഈ ചെറുകൃതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത്. 7ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, അസ്സാബിഉ 7, അസ്സിഹ്റു അത് മാരണമാകുന്നു, വമിൻഹു അസ്സർഫു വൽ അത്ഫു അതിൽപ്പെട്ട കാര്യമാണ് അത് തിരിച്ചുവിടുക, സർഫ് ചെയ്യുക, അത്ഫ് ചെയ്യുക. വമൻ ഫഅലഹു ഔ റദിയ ബിഹി കഫറ അത് ആരെങ്കിലും ചെയ്താലോ, ചെയ്യുക മാത്രമല്ല ചെയ്തതിൽ തൃപ്തിയടയുകയോ ചെയ്താൽ കഫറ അവൻ കാഫിറാകുന്നു എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതിനെന്താണ് തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ് തെളിവ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 102-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഒരാളോടും പഠിപ്പിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഹത്താ യഖൂല പറയാതിരുന്നിട്ടില്ല. ഇത് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഇന്നമാ നഹ്നു ഫിത്ന ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഫലാ തക്ഫുർ നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ സിഹർ ചെയ്യുക എന്നത് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പിശാചിനെ ഉപയോഗിച്ച് പല പ്രവർത്തനങ്ങളും സാഹിര്യങ്ങൾ മരണക്കാർ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് കുഫ്റാണ്, സത്യനിഷേധമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ഏതു വിധേനയായ കാര്യങ്ങളാണെങ്കിലും ശരി. സർഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക, രണ്ടുപേരെ പിരിക്കുക. അത്ഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഇണക്കുക, കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇത്തരം ഏത് പ്രവർത്തനങ്ങൾ എടുക്കണമെങ്കിലും ശരി, സിഹറിൻ്റെ ഏതിനം ചെയ്താലും ശരി, അത് കുഫറിലാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സിഹർ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലും ഹൃദയത്തിലും അത് സ്വാധീനിക്കും, കണ്ണുകളെ അത് ബാധിക്കും എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കെട്ടുകളിൽ ഊതി മന്ത്രിച്ച് ശരീരത്തിൽ ബന്ധിപ്പിക്കുന്ന പല ആളുകളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇതെല്ലാം സിഹറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. പിശാചിനോട് സാമീപ്യം നേടി പിശാചിൻ്റെ സഹായത്താൽ നടപ്പിലാക്കുന്ന മാരണക്രിയകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് എന്ന് ഈ ഒരു സംഗതിയിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സിഹർ 2 രൂപത്തിലുണ്ട് എന്നും ആ സിഹർ ഒന്ന് ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിനാൽ ഉണ്ടാകുന്ന ചില ജിന്നുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള അതിൽ നിന്ന് സഹായം തേടിക്കൊണ്ടുള്ള മാരണക്രിയകൾ, അത് കുഫർ തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വസിഹറുൻ ബിസ്തിഖ്ദാമിൽ അദ്വിയത്തി വൽ ഹറകാത്തിൽ ഖഫിയ്യ വഹാദ ഫിസ്ഖുൻ. എന്നാൽ കുഫറാകാത്ത മറ്റൊരു രൂപമാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും ചില ചലനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള ചില പ്രത്യേകമായ പ്രവർത്തനങ്ങൾ. അത് ഫിസ്ഖാണ്, അത് പാടില്ലാത്ത മോശത്തരമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇങ്ങനെ സിഹറിൻ്റെ തന്നെ 2 ഇനങ്ങളുണ്ട്. അതിലൊന്നാമത്തത് പൂർണ്ണമായും കുഫറാകുന്നത് എന്ന് വച്ചാൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം, അതിലൂടെ നടത്തുന്ന മാരണക്രിയകൾ, ഇത് കുഫർ തന്നെയാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ മാരണക്രിയകളിൽപ്പെട്ട 2 കാര്യങ്ങളാണ് ഷെയ്ഖ് അവറുകൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് അസ്സർഫ്, സർഫ് എന്ന് പറഞ്ഞാൽ പിണക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, വഹുവ സർഫുൽ ഇൻസാനി അൻമാ യഹ്വാഹു, അതായത് ഒരു മനുഷ്യനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടുക എന്നത്, അല്ലെങ്കിൽ പിണക്കുക എന്നത്. ഉദാഹരണത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കുക എന്നത് ഇത്തരം മാരണക്രിയകളിൽ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആനിൽ അതെടുത്തു പറയുന്നത് കാണാൻ കഴിയും. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. അല്ലാഹു പറയാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം പിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിപ്പിക്കാറുണ്ട് എന്നാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടക്കും എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. 2ാമത്തത് അൽ അത്ഫാണ്, ഇണക്കുക എന്നതാണ്. വഹുവ അത്ഫുൽ ഇൻസാനി ഇലാ മാ ലാ യഹ്വാ എന്ന് വച്ചാൽ മനുഷ്യനെ
പരസ്പരം ഇണക്കുക. അവനാവശ്യമില്ലാത്തതാണെങ്കിൽ പോലും അപ്പോൾ 2 ആളുകളെ പരസ്പരം ഇണക്കുവാനും 2 ആളുകളെ പരസ്പരം പിരിക്കുവാനും ഈ ഒരു പ്രക്രിയയിലൂടെ, സിഹറിലൂടെ സംഭവ്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. സൂറത്തു ബഖറയിലെ 102 ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. ആ 102 ആയത്തിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സിഹർ പഠിപ്പിക്കുക എന്നത് അത് ഇന്ന് പാടില്ലാത്ത കാര്യമാണ്. അന്ന് മലക്കുകളെ കൊണ്ട് പഠിപ്പിച്ചിരുന്നു. പഠിപ്പിക്കുന്ന സമയത്ത് തന്നെയും പറഞ്ഞിരുന്നു, ഇതൊരു ഫിത്നയാണ്, നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിഷേധമുള്ള ആളുകളായി മാറരുത് എന്നാണ്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന الناس السحر വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. അപ്പോൾ ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകൾ അവരെ നിയോഗിച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ആ പഠിപ്പിക്കുന്ന സമയത്തെല്ലാം വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, പഠിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം മലക്കുകൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു, ഇത് ഫിത്നയാണ്, അതുകൊണ്ട് നിങ്ങൾ സത്യനിഷേധത്തിലായി പോകരുത് എന്ന് പഠിപ്പിക്കുമായിരുന്നു. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, അതിൽപ്പെട്ട ഒരു സിഹറിൻ്റെ ഇനമാണ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുക, അകറ്റുക എന്നത്. അതാണ് സർഫ് എന്ന് ഷെയ്ഖ് അവർകൾ ഇവിടെ പറഞ്ഞത്. വമാഹും ബിളാദ്ദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാൻ്റെ അനുമതി ഇല്ലാതെ ഒന്നും നടക്കൂല എന്നതുകൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി കാര്യങ്ങളെ ഓരോന്നും ഇടകീറി പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സിഹർ പഠിക്കുക എന്നത് പാടില്ലാത്തതാണ്, സിഹർ പഠിപ്പിക്കുക എന്നതും കുഫറായ കാര്യമാണ് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷെയ്ഖ് അവറുകൾ അവിടെ പ്രത്യേകം എടുത്ത് ഉദ്ധരിച്ച മറ്റൊരു വിഷയമുണ്ട്. ഈ പ്രവർത്തനങ്ങൾ, സിഹറിൻ്റെ സൊർഫാകട്ടെ അത്തുഫാകട്ടെ ഏതു പ്രവർത്തനവുമാകട്ടെ, സിഹറുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഫമൻ ഫഅലഹു, അത് പ്രവർത്തിക്കുന്നതും ശരി, അത് പ്രവർത്തിക്കാതെ റളിയ ബിഹി, അതിൽ തൃപ്തിയടയുകയും ചെയ്താലും ശരി, അവർ 2 കൂട്ടരും കാഫിറാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരാൾ സിഹർ ചെയ്തു, അവനും കാഫിറാണ്. മറ്റൊരാൾ ചെയ്യിപ്പിക്കാൻ വന്ന വ്യക്തിയാണ്, ആ സിഹർ ചെയ്തതിൽ അവൻ തൃപ്തിയടഞ്ഞു എങ്കിൽ അവനും കാഫിറാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെട്ടാലും കുഫ്ർ തന്നെയാണ്, അത് ചെയ്തില്ലെങ്കിലും ശരി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഈ സിഹർ ചെയ്താൽ പോലും ഏതൊരാളും മാരണക്കാർ അവരുടെ പ്രക്രിയകൾ നടപ്പിലാക്കിയാലും ശരി, അത് ചെയ്തു വച്ചാലും ശരി, അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. കാരണം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത ഇൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒരു കാര്യവും ഒരാളെ കൊണ്ടും ചെയ്യിക്കാൻ സാധ്യമല്ല. അള്ളാഹു തടഞ്ഞതിനെ തരാനോ അള്ളാഹു തരാനുദ്ദേശിച്ചതിനെ തടയാനോ ലോകത്ത് ആര് വിചാരിച്ചാലും കഴിയൂല എന്ന വിശ്വാസമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തു വച്ചാലും ശരി, ചില സ്വാധീനങ്ങൾ ഉണ്ടാകും എന്നതിനപ്പുറം അതിന് ശരിയായ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകണം. എന്നാൽ അതോടൊപ്പം സിഹർ ബാധിക്കാതിരിക്കാനും സിഹറിൽ നിന്ന് രക്ഷപ്പെടാനും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകിയ ചില പാഠങ്ങളുണ്ട്. പിശാചിൻ്റെ ബാധ ഏൽക്കാതിരിക്കാൻ, പിശാചിൽ നിന്നുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതണം എന്നാണ്. അതുപോലെ വീടുകളിൽ ആലു ഇമ്രാൻ പാരായണം ചെയ്യണമെന്നാണ്. അതോടൊപ്പം മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞ 2 ശരണത്തേട്ടങ്ങൾ നമ്മുടെ നിരന്തരം രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നതോടൊപ്പം തന്നെ മറ്റു സമയങ്ങളിലും ആ പ്രാർത്ഥനകൾ, ഖുർആനിൻ്റെ ആയത്തുകൾ ഓതണം. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ആയത്തുൽ കുർസി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അവിടെയെല്ലാം രക്ഷാകാവലുകൾ തേടുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബുൽ ഫലഖായ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ശരണം തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു സൃഷ്ടിയുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള ഷർറിനെ കുറിച്ചാണ് കാവൽ തേടുന്നത്. അപ്പോൾ ജിന്നിനെ ഉപയോഗിച്ച്
സിഹർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി, ആ വ്യക്തിയും സൃഷ്ടിയാണ്, ജിന്നും സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഷർറിൽ നിന്ന് നമ്മൾ കാവൽ തേടുകയാണ്. കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ കെട്ടുകളിൽ ഊതുന്നവർ, മന്ത്രിക്കുന്നവർ, ഏലസ് കെട്ടുന്നവർ, ഇതെല്ലാം സിഹറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലും അത്തരം പ്രവർത്തനങ്ങളിൽ തൃപ്തിയടയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കലും അതിൽ വിശ്വസിക്കലും ഇതെല്ലാം മാറ്റി നിർത്തേണ്ട ആവശ്യമാണ്. ഇത്തരം മന്ത്രിച്ച് ഊതിക്കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അത് തെറ്റായ ധാരണയാണ്. ആ വിശ്വാസത്തെ ഒഴിവാക്കണം. കാരണം മൻ അല്ലഖ തമീമത്തൻ, ആരെങ്കിലും ഒരു ഉറുക്കോ ഏലസോ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല അത്തരം നൂലിലേക്ക് അവനെ ഏൽപ്പിക്കപ്പെടും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു നൂലിന് യാതൊരുവിധ കഴിവുമില്ല, ശക്തിയുമില്ല. എല്ലാ കഴിവുമുള്ളവൻ അള്ളാഹുവാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കഴിവുറ്റവനായ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും മാരണക്കാരെ പോയി കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി പ്രയാസങ്ങളെ ദൂരീകരിക്കാനാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ സിഹറിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന, മാരണക്കാരിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന, അത് വിശ്വസിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.